അജപാലകൻ. ഇന്ന് ജൂൺ മാസം 9 ചൊവ്വാഴ്ച. വിശുദ്ധ കുർബാനയുടെ വായന മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധി പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനെ കനിയണമേ. അവൻ അവസമാനം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവർക്ക് സുഖപ്പെടുത്തുവാൻ സാധിച്ചില്ല. യേശു പ്രതികരിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ അടുത്തേക്ക് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമാവുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ സന്ദേശം അപസ്മാരം ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ട് ശിഷ്യന്മാർക്ക് അപസ്മാരം ബാധിച്ച ബാലനെ സുഖപ്പെടുത്താൻ സാധിച്ചില്ല എന്ന ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി എന്തായിരുന്നു? അല്പവിശ്വാസം കൊണ്ടാണെന്നാണ് ഈശോ മറുപടി നൽകിയത്. യേശുവിൻ്റെ ശിഷ്യന്മാർ വിശ്വാസത്തിൽ പക്വതയും ദൃഢതയും നേടിയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചെറിയ വിശ്വാസത്തിൻ്റെ വലിയ ശക്തി ഉദാഹരണ സഹിതം യേശു തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി മറ്റു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞാൽ മലയ്ക്ക് സ്ഥാന ചലനമുണ്ടാകും. മലയിൽ കിടക്കുന്ന ഒരു കല്ലിൻ്റെ 1000-ൽ1 അംശം മാത്രമേ അതിന് വലിപ്പമോ തൂക്കമോ കടുകുമണിക്കുള്ളൂ. അത്രമാത്രം ഊർജം വിശ്വാസത്തിനുണ്ട് എന്നാണ് അർത്ഥം. ബാലനുള്ള പിശാചിനെ ഈശോ ശാസിക്കുക മാത്രമേ ഈശോ ചെയ്തുള്ളൂ. കടുത്ത ആക്രമണമൊന്നും ഈശോ ചെയ്തില്ല. യജമാനനെ ഭയന്ന് കുര നിർത്തി വാല് ചുരുട്ടി മൂലയിലേക്ക് ഒതുങ്ങുന്ന നായയെപ്പോലെ പിശാച് ബാലൻ നിന്ന് ഒഴിഞ്ഞു മാറി. നേരിയ വിശ്വാസം മാത്രമേ ശിഷ്യന്മാർക്കുള്ളൂ എന്ന് ചുരുക്കം. വഴി പിഴച്ചതും വിശ്വാസമില്ലാത്തതുമായ തലമുറയെ എന്നാണ് യേശുവിൻ്റെ കുറ്റാരോപണം. ഈ കുറ്റാരോപണം ലോകത്തിലുള്ള സകല ജനത്തോടുമുള്ള യേശുവിൻ്റെ പ്രവാചക ശാസനയാണ്. മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ദൈവത്തെ പ്രാപിക്കലാണ്. വിശ്വാസമാണ് അതിനുള്ള വഴി. എന്തൊക്കെ നേടിയാലും ദൈവത്തെ നഷ്ടപ്പെടുത്തിയാൽ ഏതൊരുവൻ്റെയും ജീവിതം പരാജയമാണ്. നൈമിഷിക സന്തോഷത്തിന് വേണ്ടി അനശ്വരതയെ നഷ്ടപ്പെടുത്തിയത് എന്നർത്ഥം. എത്ര നാൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുമെന്ന വാക്കുകളിൽ യേശുവിൻ്റെ അക്ഷമതയും രോഷപ്രകടനവും നമ്മൾ വായിച്ചെടുക്കണം. യേശു ചെയ്ത അനേകം അത്ഭുതങ്ങൾക്ക് ശിഷ്യന്മാർ സാക്ഷികളാണ്. ഉപമകളിലൂടെയും മലയിലെ പ്രസംഗത്തിലൂടെയും അനേകം കാര്യങ്ങൾ ഈശോരെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയിൽ ഉപ്പുമാകേണ്ട ശിഷ്യന്മാർ ഇതുവരെ വിശ്വാസത്തിൽ ഉറച്ചിട്ടില്ല. പ്രായമായിട്ടും 70 വയസ്സുള്ള പെൺകുട്ടി എന്നും 80 വയസ്സുള്ള ആൺകുട്ടി എന്നും വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ വിശ്വാസത്തിൽ ക്ഷയിച്ചു പോയിരിക്കുന്നു. സ്വന്തം വിശ്വാസത്തെ അളന്നു നോക്കാനുള്ള ബാരോമീറ്റർ തന്നെയാണ് ഇന്നത്തെ വായന എന്ന് മനസ്സിലാക്കുക.